ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ലീഡ് കോഡിലെ ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം. ലീഡ് കോഡിലെ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ പേര് ടൂസം എന്നാണ്. ഇത് ഒരു ഈസി കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Given an array of integer nums and an integer target, return indices of two numbers such that they add up to the target. ഇനി ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യണം. ആൻഡ് യു മേ നോട്ട് യൂസ് എ സെയിം എലമെൻറ്റ് ട്വൈസ്. അപ്പോൾ അത് രണ്ടും ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് ഈ പ്രോബ്ലത്തിൻ്റെ അത് തന്നിട്ടുണ്ട്. യു ക്യാൻ റിട്ടേൺ ദ ആൻസർ ഇൻ എനി ഓർഡർ. അതും ഒരു ഇതായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പം ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു നംസ് അറേയാണ്. നംസ് അറേ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് 2, 7, 11, 15. ഓക്കെ. ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ ടാർഗറ്റ് 9 ആണ്. അപ്പം നമുക്ക് ഈ നംസ് അറേൻ്റെ അകത്ത് ഈ ടാർഗറ്റ് സം വരുന്ന 2 എലമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം നമുക്ക് 2 + 7 എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് റിസൾട്ട് എന്താ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡെക്സ് 2ൻ്റെയും 7ൻ്റെയും ഇൻഡെക്സ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതായത് 2 എന്ന് പറയുന്നത് 0th ഇൻഡെക്സിലാണ്, 7 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സിലാണ്. അപ്പോൾ അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഔട്ട്പുട്ടായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ലീഡ് കോഡിനകത്ത് സൊല്യൂഷൻ ക്ലാസ്സിൽ നോക്കിയാൽ അറിയാം, നമ്മൾ ഇതിനകത്ത് ലീഡ് കോഡിനകത്ത് നമ്മൾ ആ മെത്തേഡിൻ്റെ മാത്രം എഴുതിയാൽ മതി. മെത്തേഡ് മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ മാത്രം എഴുതിയാൽ മതി. ബാക്കിയുള്ള ഡ്രൈവർ കോഡൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം, ഇൻപുട്ടായിട്ട് നമുക്ക് ഇൻറ്റീജർ നംസും ഉണ്ട്, ഇൻറ്റീജർ ടാർഗറ്റും ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കോഡിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്നത് ഒരു അറേയാണ്. അത് റിട്ടേൺ ടൈപ്പ് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇവിടെ ഒരു അറേയാണ് റിട്ടേൺ ടൈപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് എടുത്തിട്ട് നോക്കാം. അപ്പം നംസ് എന്ന് പറയുന്നത് 3 to 4 ആണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ ഈ അറേൻ്റെ അകത്ത് നോക്കിയാൽ അറിയാം 2 + 4 6 ആണ് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. 2ഉം 4ഉം അതിൻ്റെ ഇൻഡെക്സ് എന്താ, 2ൻ്റെ ഇൻഡെക്സ് 1 ആണ്, 4ൻ്റെ ഇൻഡെക്സ് 2 ആണ്. അപ്പം 1 and 2 ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു അറേ ആയിട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രോബ്ലം. നമുക്ക് 2 സൊല്യൂഷൻ 2 മെത്തേഡിൽ ഞാൻ ഈ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് നമുക്ക് നോക്കാം. അതായത് 2 ലൂപ്പൊക്കെ എഴുതി കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ഔട്ട്പുട്ട് ഒരു അറേ ഉണ്ടാക്കാം. ഔട്ട്പുട്ട് ഒരു അറേയാണ്. നമുക്ക് അത് ഒരു 2 ഇൻറ്റീജേഴ്സ് ആണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പം ഒരു 2 ലെങ്ത്തുള്ള ഒരു ഔട്ട്പുട്ട് അറേയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഈ ഔട്ട്പുട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ലാസ്റ്റിൽ എഴുതിയിട്ടുന്നുള്ളൂ. ഇനി നമ്മൾ 2 ഫോർ ലൂപ്പ് ഉണ്ടാക്കണം. ഈ നംസിനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ 2നെ എല്ലാ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, അതേപോലെ 7നെ എല്ലാ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, 11നെ റെസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും, കമ്പയർ ചെയ്തിട്ട് നോക്കും ടാർഗറ്റ് ആണോ അത് രണ്ടിൻ്റെയും സമ്മ് ടാർഗറ്റ് ആണോ നോക്കും. എന്നിട്ട് ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് ഔട്ട്പുട്ടിൽ സേവ് ചെയ്യും. എന്നിട്ട് ആ ഔട്ട്പുട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതാം. 4 × i = 0, i <, നംസ് അറിയാണ്, നംസ് ഡോട്ട് ലെങ്ത് i ++. അതേപോലെ 4 × j = i + 1 എന്ന് തുടങ്ങിയാൽ മതി അല്ലേ. അതായത് 2നെ നമ്മൾ 2 ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. 2നെ നമ്മൾ റെസ്റ്റ് ഓഫ് ദ ഇൻഡെക്സ് ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. അതേപോലെ 7 വരുവാണെങ്കിൽ 7നെ നമുക്ക് തിരിച്ച് 2ൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. 11 തൊട്ട് 15 വരെ കമ്പയർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് j + 1 എന്ന് വന്നിരിക്കുന്നത്. <, നംസ് ഡോട്ട് ലെങ്ത് j ++. 2 ലൂപ്പ് എഴുതി. ഇനി നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ എഴുതും. അതായത് ഇഫ് നംസ് ഓഫ് iയും നംസ് ഓഫ് jയും ആഡ് ചെയ്താൽ ടാർഗറ്റ് ആണോ കിട്ടുന്നത് നോക്കാം.
ടാർഗറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഓഫ് 0ൻ്റെ അകത്ത് നമ്മൾ ഐ വാല്യൂ ഇടും. അതേപോലെ ഔട്ട്പുട്ട് ഓഫ് 1ൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ജെ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ബ്രേക്ക് അടിക്കാം. ഓക്കെ, ഒറ്റ സൊല്യൂഷൻ, എക്സാക്ട്ലി 1 സൊല്യൂഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻ ഒറ്റ പ്രാവശ്യം സാറ്റിസ്ഫൈ ആയാലും നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഔട്ട്പുട്ട് നമ്മൾ റിട്ടേൺ ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ കോഡൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു അറയുടെ സിമ്പിൾ ഇടണമായിരുന്നു. ഓക്കെ, 3 കേസസും അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഇത് വരുമ്പോൾ ടാർഗറ്റ് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതേപോലെ കേസ് 2ലും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊരു ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷനാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് എക്സാക്ട്ലി 1 സൊല്യൂഷൻ എന്നാണ് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വേറെ കോഡ് ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. നെഗറ്റീവ് സിനാരിയോ ഒന്നും ഞാൻ ഇതിനകത്ത് നോക്കുന്നില്ല ആസ് ഓഫ് നൗ. നെഗറ്റീവ് സിനാരിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ, അതായത് സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥയ്ക്കാണെങ്കിൽ നമുക്ക് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ LeetCodeന് ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു സൊല്യൂഷൻ മതി. അപ്പോൾ ഇത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചാണ്. ഞാനിതൊന്ന് എഴുതി കാണിച്ചു തരാം, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. കോംപ്ലക്സിറ്റി ഒന്ന് ജസ്റ്റ് നോക്കിക്കളയാം. അപ്പം നമുക്ക് 2, 7, 11, 15 ഇതാണ് നമ്മുടെ എലമെൻറ്റ്സ് വരുന്നത്. അപ്പം നമ്മൾ 2നെയും 7നെയും ആദ്യം കമ്പയർ ചെയ്യുന്നുണ്ട്, പിന്നെ 2നെയും 11നെയും കമ്പയർ ചെയ്യുന്നുണ്ട്, 2നെയും 5നെയും കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മൊത്തം ഒരു 3 കമ്പാരിസൺസ് ആയി. അതേപോലെ നമ്മൾ 7നെയും 11നെയും കമ്പയർ ചെയ്യും, 7നെയും 5നെയും കമ്പയർ ചെയ്യും. അപ്പോൾ മൊത്തം ഒരു 2 കമ്പാരിസൺസ് ആയി. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് 11നെയും 5നെയും കമ്പയർ ചെയ്യും. അപ്പോൾ അതാണ് 1 കമ്പാരിസൺ. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതായത് ഫസ്റ്റ് i = 0 എന്ന് തുടങ്ങും, പിന്നെ ജെ നമ്മൾ തുടങ്ങുന്നത് എന്താണ്, i+1 എന്നാണ് തുടങ്ങുന്നത്. അതായത് ജെ എന്ന് പറയുന്നത് എപ്പോഴും i+1 ആണ്. i+1, i+2, i+3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ലൂപ്പ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്, 3 + 2 + 1, 6 ടൈംസ് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അതുപോലെ 5 എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം കമ്പാരിസൺ ചെയ്യും, 4 + 3 + 2 + 1, ഇത്രയും ടൈംസ് നമ്മൾ കമ്പയർ ചെയ്യും, 10 ടൈംസ് നമ്മൾ കമ്പയർ ചെയ്യും. അതുപോലെ ഇപ്പം n എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം കമ്പാരിസൺ ചെയ്യും, n-1 + n-2 പ്ലസ് അങ്ങനെ പോയി 3 + 2 + 1, ഇത്രയും ടൈംസാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട്, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n × n+1/2 എന്നാണ്. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ സം ഓഫ് n-1 നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പം ഇത് എത്ര, ഇതിൻ്റെ ഇത് വരുന്നത് n × n-1/2 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതായത് നമ്മൾ നോക്കുവാണ്, ഇപ്പോൾ 4 എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 4 × 4 - 1 3/2, അതായത് 6 ടൈംസ് ആണ് നമ്മുടെ കമ്പാരിസൺ വരുന്നത്. 5 ആണെങ്കിൽ 5 × 4/2, അതായത് 10 ആണ് ഇതിൻ്റെ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു ഓർഡർ ഓഫ് n² ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം. അതായത് ഓർഡർ ഓഫ് n × n+-1, അതായത് ഓർഡർ ഓഫ് n² ആണ് ഫസ്റ്റ് എലമെൻ്റ്. അത് അതുകൊണ്ട് ഇത് ഒരു നല്ലൊരു സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു സൊല്യൂഷനിലേക്ക് പോകാം. ഇതിൻ്റെ സെക്കൻഡ് സൊല്യൂഷൻ നമ്മൾ ഒരു ഹാഷ് മാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിതെല്ലാം മായ്ക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ഹാഷ് മാപ്പ് ഡിക്ലെയർ ചെയ്യാണ്. ഇതിനകത്ത് നമ്മൾ ഒറ്റ ഒരു ലൂപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ ലൂപ്പ് കൂടെ ഐട്രേറ്റ് ചെയ്യും. എന്നിട്ട് ഹാഷ് മാപ്പിൻ്റെ അകത്ത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ടോ എന്ന് നോക്കും.
അതായത് നമ്മൾ ഫസ്റ്റ് 2 ആണ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 7 ആണ് അല്ലേ. 9 ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പം 7 ആ ഹാഷ് മാപ്പിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹാഷ് മാപ്പിൽ നിന്ന് ആ വാല്യൂയുടെ ഇൻഡെക്സ് എടുത്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇനി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ 2നെ ഹാഷ് മാപ്പിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇറ്ററേഷനിൽ അതേപോലെ 7 ആഡ് ചെയ്യും. അപ്പോൾ 7 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹാഷ് മാപ്പിൻ്റെ അകത്ത് ഓൾറെഡി 2 ഉണ്ട് അല്ലേ, അത് നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, അതാണ് സെക്കൻഡ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹാഷ് മാപ്പ് ഓഫ് ഇൻറ്റീജേഴ്സ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമുക്കത് മാപ്പ് ഓഫ് രണ്ടും ഇൻറ്റീജറാണ്, ഇൻറ്റീജർ ഇൻറ്റീജർ. അപ്പം നംസ് മാപ്പ് നമുക്ക് പേരിടാം. നംസ് മാപ്പ് ഇസ് ഈക്വൽ ടു ന്യൂ ഹാഷ് മാപ്പ് ഓഫ് ഇൻറ്റീജർ. ഇനി നമുക്ക് ഒരു ഫോർ ലൂപ്പ് എഴുതാം. nums dot length I++. ഇനി ഇതിൻ്റെ ആദ്യം നമുക്ക് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2യുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 7 ആണ് ഈ ഒരു കേസിൽ. അതായത് നംസ് ഓഫ് 5 മൈനസ് ടാർഗറ്റ് ആണ് നമ്മുടെ കോംപ്ലിമെൻറ്റ്. സോറി, ടാർഗറ്റ് മൈനസ് നംസ് ഓഫ് 5 ആണ് നമ്മുടെ കോംപ്ലിമെൻറ്റ്. നംസ് ഓഫ് 5 പ്ലസ് നംസ് ഓഫ് നേരത്തെ ചെയ്തില്ലേ, ഇസ് ഈക്വൽ ടു ടാർഗറ്റ് എന്നല്ലായിരുന്നോ. അപ്പോൾ ടാർഗറ്റ് മൈനസ് നംസ് ഓഫ് 5, അതായത് 2ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 9 മൈനസ് 2 7 ആണ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കുവാണ് നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്ത ഹാഷ് മാപ്പിൻ്റെ അകത്ത് അത് വാല്യൂ ഉണ്ടോ എന്ന്. അപ്പോൾ ഹാഷ് മാപ്പിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാപ്പിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, കീ വാല്യൂ പെയറിലാണ് എപ്പോഴും ഹാഷ് മാപ്പിൻ്റെ അകത്ത് വാല്യൂ സേവ് ചെയ്യുക. അതായത് ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ കീ നമ്മൾ എടുക്കുന്നത് എന്താണ്, 2 7 9 11. ആ വാല്യൂസിനാണ് നമ്മൾ 11 15 5, ഇതാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന് ഇൻഡെക്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2 3. ഇങ്ങനെയാണ് നമ്മൾ ഹാഷ് മാപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. കീ എന്ന് പറയുന്നത് ആ അറേയും വാല്യൂ എന്ന് പറയുന്നത് അതിന് ഇൻഡെക്സുമാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇഫ് nums map dot contains key, കീൻ്റെ അകത്താണല്ലോ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ നംസ് ഓഫ് 5 എല്ലാം സേവ് ചെയ്യുന്നത്. കണ്ടെയ്ൻസ് കീ എന്താണ്, ഈ കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയ അറേ നമുക്ക് ഔട്ട്പുട്ട് അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, ഈ വാല്യൂ റിട്ടേൺ ചെയ്യണം, അതേപോലെ ഈ കോംപ്ലിമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്നും കൂടെ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ന്യൂ ഇൻറ്റ് ഓഫ്, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻടാക്സ് വരുന്നത്. ഐയും നമ്മൾ റിട്ടേൺ ചെയ്യും. അതേപോലെ കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. വാല്യൂവിലാണല്ലോ നമ്മൾ ഇൻഡെക്സ് നേരത്തെ കണ്ടില്ലേ, ഇൻഡെക്സ് നമ്മൾ സേവ് ചെയ്തത്. അപ്പം എന്താണ് ഗെറ്റ്, നംസ് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കീ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വരുന്നത്. വാല്യൂവിൻ്റെ അകത്താണ് നമ്മുടെ ഇൻഡെക്സ് ഉള്ളത്. അതുകൊണ്ട് നംസ് മാപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് എന്ത്, കോംപ്ലിമെൻറ്റ്. ഓക്കെ,
ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നംസ് മാപ്പിൽ നമ്മൾ നംസ് മാപ്പ് ഡോട്ട് പുട്ട് കീ കോമ വാല്യൂ. കീ എന്താണ് ഇവിടെ? കീ എന്ന് പറയുന്നത് നമ്മുടെ അറേയാണ് അല്ലേ, നംസ് ഓഫ് ഐ. അതേപോലെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് ആണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാം. ത്രോ ന്യൂ ഇല്ലീഗൽ ആർഗ്യുമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിട്ടേൺ ചെയ്യേണ്ടി വരും. എക്സെപ്ഷൻ ഇത് വേണമെന്നില്ല, ഇത് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണമെന്നില്ല, കാരണം അവർ ഓൾറെഡി പറയുന്നുണ്ട്, കൺസ്ട്രെയിൻ്റ് ഉണ്ട്, അതായത് എക്സാക്ട്ലി ഒരു സൊല്യൂഷനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ കോഡ് എഴുതാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അല്ലാത്ത കേസിൽ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ എല്ലാ കേസസും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഞാൻ റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്തു. അവർ ആക്സെപ്റ്റ് ചെയ്തു എല്ലാ ഇൻപുട്ടും, എല്ലാ കേസസും അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് 2 ആക്സെപ്റ്റ് ചെയ്തു, കേസ് 3 ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കുറവാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരേ ഒരു ലൂപ്പ് മാത്രമേ ഉള്ളൂ. ഒറ്റൊരു ലൂപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഈ കണ്ടെയ്ൻസ് കീ, ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഇത് മാപ്പ് അവർ ഓൾറെഡി ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ജാവയുടെ അകത്ത് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് പ്ലസ് അത് പ്ലസ് ഇത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് സൊല്യൂഷൻ. Hope this video was useful. Thanks for watching. Bye bye.